അസ്സലാമു അലൈക്കും. ഉസൈർ നബി അലൈഹിസ്സലാം ഒരു നല്ല അറിവുള്ളവനും നല്ല വിശുദ്ധനുമായിരുന്നു. ജനങ്ങൾക്ക് അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടമായിരുന്നു. ജനങ്ങൾ അദ്ദേഹം പറയുന്നത് വളരെ കൃത്യമായി കേൾക്കുകയും അദ്ദേഹത്തെ പിന്തുടരുകയും ചെയ്തിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം പ്രവാചകൻ തന്റെ കഴുതപ്പുറത്ത് കയറിപ്പോവുകയായിരുന്നു. അതിരാവിലെ തന്നെ യാത്ര പുറപ്പെട്ടു. മരുഭൂമിയിലൂടെ കുറെ നേരം തന്റെ കഴുതപ്പുറത്ത് പുറപ്പെട്ടു. അന്ന് നല്ല ചൂടുള്ള ദിവസമായിരുന്നു. സൂര്യൻ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉച്ചയോടെ അദ്ദേഹം ആ പട്ടണത്തിൽ എത്തിച്ചേർന്നു. അവിടെ ആരും ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല. തകർന്ന കെട്ടിടങ്ങളും ചുമരുകളും കിണറുകളും മനുഷ്യരുടെ ധാരാളം അസ്ഥികളും അദ്ദേഹം അവിടെ കണ്ടു. പ്രവാചകന് നല്ല ക്ഷീണമുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ കുറച്ചു സമയം വിശ്രമിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. പ്രവാചകൻ കഴുതപ്പുറത്ത് നിന്നും ഇറങ്ങി ഒരു മരത്തണലിൽ ഇരുന്നു. എന്നിട്ട് പ്രവാചകൻ തന്റെ ബാഗിൽ നിന്നും കുറച്ച് പഴങ്ങൾ എടുത്തു കഴിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു സമയം അവിടെ ഇരുന്നു. അതിനുശേഷം പ്രവാചകൻ എഴുന്നേറ്റ് ചുറ്റുമൊന്ന് നോക്കി. ചുറ്റിലും കൂടിക്കിടക്കുന്ന അസ്ഥികൾ അദ്ദേഹം ശ്രദ്ധിച്ചു. അള്ളാഹു എങ്ങനെ ഇവരെ വീണ്ടും ജീവിപ്പിക്കും? അദ്ദേഹം ജിജ്ഞാസയോടെ ചിന്തിച്ചു. പ്രവാചകൻ ഇങ്ങനെ ചിന്തിച്ചത് അള്ളാഹുവിലുള്ള അവിശ്വാസം കൊണ്ടല്ലായിരുന്നു, മറിച്ച് അറിയുവാനുള്ള ആകാംക്ഷ കൊണ്ടായിരുന്നു. പ്രവാചകൻ ചിന്തിച്ചത് അള്ളാഹു മനസ്സിലാക്കിയപ്പോൾ അള്ളാഹു തന്റെ ശക്തി പ്രവാചകന് കാണിച്ചു കൊടുക്കുവാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി മരണത്തിന്റെ മലക്കിനെ അള്ളാഹു പ്രവാചകന്റെ അരികിലേക്ക് അയച്ചു. ആ മലക്ക് ആ പ്രവാചകന്റെ അടുത്തു വന്ന് അള്ളാഹു പറഞ്ഞതുപോലെ ആ പ്രവാചകന്റെ ജീവനെടുത്തു. അങ്ങനെ ആ പ്രവാചകൻ ജീവനില്ലാതെ 100 വർഷക്കാലം അവിടെ കിടന്നു. അതിനിടയിൽ ആ പ്രവാചകന്റെ കഴുതയും ചത്തുപോയി. അങ്ങനെ ആ 100 വർഷത്തിനിടയിൽ ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചു. അങ്ങനെ ആ 100 വർഷങ്ങൾക്ക് ശേഷം അള്ളാഹു വീണ്ടും അതേ മലക്കിനെ തന്നെ ആ പ്രവാചകന്റെ അരികിലേക്ക് അയച്ചു. അങ്ങനെ ആ മലക്ക് പ്രവാചകന്റെ അരികിലെത്തി പുനർജീവൻ നൽകി. അങ്ങനെ ആ പ്രവാചകൻ കണ്ണു തുറന്നപ്പോൾ പ്രവാചകന്റെ മുന്നിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മലക്ക് ആ പ്രവാചകനോട് ചോദിച്ചു, നിങ്ങൾ എത്ര കാലം ഉറങ്ങി? അപ്പോൾ വൈകുന്നേരമായിരുന്നു. പക്ഷേ പ്രവാചകൻ ഉറങ്ങിയത് ഉച്ചക്കായിരുന്നു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഞാൻ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു പകുതി ദിവസം ഉറങ്ങിയിട്ടുണ്ടാവും. അദ്ദേഹം സംശയത്തോടെ മറുപടി പറഞ്ഞു. അപ്പോൾ മലക്ക് പ്രവാചകനോട് പറഞ്ഞു, നിങ്ങൾ 100 വർഷമായിട്ട് ഉറങ്ങുകയായിരുന്നു. അത് കേട്ടപ്പോൾ പ്രവാചകൻ അമ്പരന്നു പോയി. അപ്പോൾ പ്രവാചകൻ മനസ്സിലാക്കി താൻ ജീവിതത്തിലേക്ക് തിരികെ വന്നത് അള്ളാഹുവിന്റെ അപാരമായ ശക്തി കാരണമാണെന്ന് പ്രവാചകൻ മനസ്സിലാക്കി. പിന്നീട് ആ മലക്ക് പ്രവാചകന്റെ കഴുതയെയും ഉണർത്തി. അങ്ങനെ പ്രവാചകൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാൻ തുടങ്ങി. ആ ദിവസം പ്രവാചകൻ ഒരു കാര്യം മനസ്സിലാക്കി. അള്ളാഹു തന്റെ ജനതക്ക് നൽകിയ ശിക്ഷയായിരുന്നു അത്. അങ്ങനെ പ്രവാചകൻ തന്റെ ജന്മദേശത്തെത്തിയപ്പോൾ വളരെ അത്ഭുതപ്പെട്ടു. അദ്ദേഹം അവിടെ നിന്ന് പോന്നിട്ട് 100 വർഷം കഴിഞ്ഞല്ലോ. നഗരങ്ങൾ മുഴുവൻ മാറിയിരിക്കുന്നു. പുതിയ കെട്ടിടങ്ങളും പുതിയ തെരുവുകളും ഉണ്ടായിരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ആരെയും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അങ്ങനെ അദ്ദേഹം ആ കഴുതപ്പുറത്ത് നഗരത്തിലൂടെ അങ്ങനെ സഞ്ചരിച്ചു. എന്നിട്ട് പ്രവാചകൻ തന്റെ വീടിന് നേരെ യാത്രയായി. പ്രവാചകൻ വീട്ടിലെത്തിയപ്പോൾ അവിടെയുള്ള ആരെയും പ്രവാചകൻക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവിടെയുള്ളവർക്ക് പ്രവാചകനെയും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ആരാണ് എന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ പ്രവാചകനോട് ചോദിച്ചു. ഞാൻ ഹുസൈർ ആകുന്നു, അദ്ദേഹം ആ സ്ത്രീയോട് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ തല കുലുക്കിക്കൊണ്ട് പറഞ്ഞു, തങ്ങളെ ഞങ്ങൾക്ക് അറിയില്ല എന്ന്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന പുരുഷന്മാരോട് അദ്ദേഹത്തിനെ അറിയുമോ എന്ന് ചോദിച്ചു. അവർക്കാർക്കും അദ്ദേഹത്തെ അറിയില്ല എന്ന് അവർ പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്ന ഒരു വൃദ്ധയുടെ അരികിൽ ചെന്നു. അവർ വൃദ്ധയാണെന്ന് പ്രവാചകൻ തിരിച്ചറിഞ്ഞു. ആ വൃദ്ധ ആ കാലഘട്ടത്തിലെ തന്റെ വീട്ടുജോലിക്കാരിയായിരുന്നു എന്ന് പ്രവാചകൻ മനസ്സിലാക്കി. എന്നിട്ട് പ്രവാചകൻ ആ വൃദ്ധയോട് ചോദിച്ചു, ഇത് ഹുസൈറിന്റെ വീടല്ലേ? അതെ എന്ന് ആ വൃദ്ധ സ്ത്രീ പറഞ്ഞു. എന്നാൽ ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് കുറെ കാലമായി മറന്നുപോയിരിക്കുന്നു. 100 വർഷം മുമ്പാണ് അദ്ദേഹം ഇവിടെ നിന്നും പോയത്. അപ്പോൾ ആ വൃദ്ധ സ്ത്രീയോട് പ്രവാചകൻ പറഞ്ഞു, എന്നാൽ ഞാൻ ഹുസൈറാണ്. അള്ളാഹു എന്റെ ജീവൻ എടുത്തിരിക്കുകയായിരുന്നു. 100 വർഷം പിന്നിട്ടു. ഇപ്പോൾ അള്ളാഹു എന്റെ ജീവൻ തിരികെ തന്നതാണ്. ആ വൃദ്ധ സ്ത്രീ പ്രവാചകന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. പക്ഷേ ആ സ്ത്രീക്ക് അതത്ര ഉറപ്പില്ലായിരുന്നു. അപ്പോൾ ആ വൃദ്ധ പറഞ്ഞു, എനിക്കെങ്ങനെ ഇത് വിശ്വസിക്കാനാവും, ഉറപ്പിക്കാനാവും? 1-2 വർഷമൊന്നുമല്ലല്ലോ, നീണ്ട 100 വർഷം കഴിഞ്ഞില്ലേ എന്ന് അവർ പറഞ്ഞു. അള്ളാഹു ഹുസൈറിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. എന്നാൽ നിങ്ങൾ ഹുസൈർ ആണെങ്കിൽ തന്റെ കണ്ണിന് കാഴ്ച ലഭിക്കുവാനും
എനിക്ക് നടക്കാൻ സാധിക്കുവാനും നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. പ്രവാചകൻ അത് സമ്മതിച്ചു. എന്നിട്ട് സുജൂദ് ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് പ്രവാചകൻ എഴുന്നേറ്റ് വന്നു പ്രവാചകന്റെ വിരലുകൾ ആ വൃദ്ധയുടെ കണ്ണിന് മുകളിൽ വെച്ച് പതുക്കെ ഒന്ന് തടവി. എന്നിട്ട് കൈ എടുത്തുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, അള്ളാഹുവിന്റെ ശക്തിയാൽ കണ്ണു തുറക്കുക. എന്തൊരത്ഭുതം! ആ വൃദ്ധക്ക് കാഴ്ച തിരിച്ചു കിട്ടി. അവർക്കിപ്പോൾ എല്ലാം കാണാൻ കഴിഞ്ഞു. പിന്നീട് ആ വൃദ്ധ പരസഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കുവാൻ തുടങ്ങി. അങ്ങനെ ആ വൃദ്ധക്ക് അതിഭയങ്കര സന്തോഷമായി. എന്നിട്ട് ആ വൃദ്ധ പ്രവാചകനോട് പറഞ്ഞു, അതെ, നീ ഹുസൈറാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എന്നിട്ട് ഹുസൈർ നബി തന്റെ മക്കളെ കുറിച്ച് ആ വൃദ്ധയോട് ചോദിച്ചു. അപ്പോൾ ആ വൃദ്ധ അവരുടെ കൂടെ പോരുവാനായി ആ വൃദ്ധ ആവശ്യപ്പെട്ടു. എന്നിട്ട് അവർ ഒന്നിച്ച് അടുത്തുള്ള ഇസ്രായേലൻ സഭയിലേക്ക് പോയി. 118 വയസ്സുള്ള പ്രവാചകന്റെ മകനാണ് സഭയ്ക്ക് നേതൃത്വം നൽകുന്നത്. അയാളുടെ കുട്ടികളും പേരമക്കളും വരെ ആ സഭയുടെ ഭാഗമായിരുന്നു. എന്നിട്ട് ആ വൃദ്ധ സ്ത്രീ അയാളെ പുറത്തേക്ക് വിളിച്ചു. എന്നിട്ട് പ്രവാചകനെ പരിചയപ്പെടുത്തി. ഇത് നിന്റെ പിതാവാണ്, ഹുസൈർ. അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞങ്ങളുടെ പിതാവ് മരണപ്പെട്ടിട്ട് ഏകദേശം 100 വർഷം കഴിഞ്ഞു. പിന്നെ എങ്ങനെ ഇത് സംഭവിക്കും? അവരാകെ ആശയക്കുഴപ്പത്തിലായി. അങ്ങനെ ആ വൃദ്ധ സ്ത്രീ ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ അയാൾ വൃദ്ധ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ കള്ളം പറയുകയാണ് എന്ന് അയാൾ വൃദ്ധ സ്ത്രീയോട് പറഞ്ഞു. 100 വർഷം കഴിഞ്ഞു പിതാവ് എങ്ങനെയാണ് തിരിച്ചു വന്നത്? എന്നെ നോക്കൂ എന്ന് ആ വൃദ്ധ സ്ത്രീ അവരോട് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ പഴയ ജോലിക്കാരിയാണ്. എനിക്ക് മുൻപ് കാഴ്ചയുണ്ടായിരുന്നു. നീ എന്നെ അവസാനം കണ്ടപ്പോൾ എനിക്ക് നടക്കാൻ കഴിയുമായിരുന്നോ? ഇപ്പോൾ നിന്റെ പിതാവ് എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഇപ്പോൾ എനിക്ക് നടക്കുവാനും കണ്ണുകൊണ്ട് കാണുവാനും കഴിയും. അപ്പോൾ പ്രവാചകന്റെ മകൻ എഴുന്നേറ്റ് ചെന്നു പ്രവാചകന്റെ അരികിലേക്ക് ചെന്നു. എന്റെ പിതാവിന്റെ തോളിൽ ഒരു കറുത്ത മറുകുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു. നിങ്ങൾക്ക് അത് ഞങ്ങളെ കാണിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ വിശ്വസിക്കാം. അപ്പോൾ പ്രവാചകൻ തന്റെ ചുമലിലുണ്ടായിരുന്ന ആ മറുക് അയാളെ കാണിച്ചു. അപ്പോൾ അദ്ദേഹം ഇത് തന്റെ പിതാവാണെന്ന് തിരിച്ചറിഞ്ഞു. തങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് ഞങ്ങളുടെ പിതാവാണെന്ന്. എല്ലാവർക്കും വളരെയേറെ സന്തോഷമായി. അവരിൽ കുട്ടികളും ചെറുപ്പക്കാരുമൊക്കെ അദ്ദേഹത്തെ ആദ്യമായിട്ടാണ് കാണുന്നത്. അവർ അവരുടെ മുതിർന്നവരിൽ നിന്നും പ്രവാചകനെ കുറിച്ച് ധാരാളം കേട്ടിരുന്നു. ഇതോടെ ഈ ചെറിയ ചരിത്രകഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.